തൗബ. തൗബ എന്നത് വെറും വാക്കുകളല്ല, ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ഖേദം, അതിലേക്ക് മടങ്ങരുതെന്ന ദൃഢനിശ്ചയം, സാധ്യമെങ്കിൽ തെറ്റ് പരിഹരിക്കൽ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ തൗബ. ഇങ്ങനെ തൗബ ചെയ്യുന്നവനെ അല്ലാഹു സ്നേഹിക്കുന്നുവെന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. 2. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കുക. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ക്ഷമിക്കുക, വിട്ടുകൊടുക്കുക. അല്ലാഹു നിങ്ങളോട് ക്ഷമിക്കണമെന്നല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സൂറത്തു നൂർ 24-22. ഇസ്ലാമിൽ ക്ഷമിക്കുന്നത് ദൗർബല്യമല്ല, മറിച്ച് ആത്മനിയന്ത്രണത്തിന്റെ പരമാവധി രൂപമാണ്. കോപം വന്നിട്ടും അതിനെ അടക്കി പ്രതികാരം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും ക്ഷമിക്കുന്നവനെ അല്ലാഹു ഉയർന്ന പദവിയിലേക്കുയർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശക്തൻ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നവനല്ല, കോപത്തിന്റെ സമയത്ത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ. 3. സ്ഥിരമായ ദിക്ർ. ദിവസവും ശാന്തമായി 100 പ്രാവശ്യം പറയൂ, അസ്തഗ്ഫിറുല്ലാഹ്,